സംഭവിച്ച മൂത്ത മരുമകൾ അവന്തികയും അനിയത്തി അനഘയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. വിശ്വാസവഞ്ചന പൊറുക്കാൻ പാടില്ലാത്ത കുറ്റമാണ്. കാരണം ഒരിക്കൽ അത് മനസ്സിലായാല് പിന്നത് മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും, ഒരു നെരിപ്പോട് പോലെ. അത് വേണ്ട. നിനക്ക് ഈ നിമിഷം വരെ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി ഇന്നിറങ്ങിക്കോണം. സർ പ്ലീസ്. ഇനി മുതൽ നിന്റെ സേവനം എന്റെ കമ്പനിക്ക് ആവശ്യമില്ല. യു ആർ ഡിസ്മിസ്ഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സർ 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 പ്ലീസ് സർ. സാറിനെ പറഞ്ഞു വിടരുത്. ഇനി മുതൽ ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എന്റെ മക്കളെ ഓർത്തെങ്കിലും. സർ പ്ലീസ് സർ. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. യു ക്യാൻ ഗോ നൗ. ക്ഷമിക്കണം സർ. ഗെറ്റ് ലോസ്റ്റ്. അച്ഛാ ഒന്ന് വന്നേ. എന്താ മോളെ? ഒന്ന് വാ, ഒരു മിനിറ്റ്. എന്താ മോളെ? പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും മോള് പറഞ്ഞു. കണക്കില് പ്രശ്നങ്ങൾ ഇല്ലാതില്ല. പക്ഷേ അത് അയാളുടെ മാത്രം കുഴപ്പമാണെന്നുകൂടി നോക്കണം. കുറെ കാര്യങ്ങളും കൂടി നോക്കാനുണ്ട് അച്ഛാ. അതുമല്ല, ഇപ്പൊ അയാളെ ജോലിന്ന് പറഞ്ഞു വിട്ടാ ഒരു കുടുംബം പട്ടിണിയായി പോവില്ലേ അച്ഛാ? അവരുടെ ശാപം അച്ഛനായിട്ട് വാങ്ങി വെക്കണ്ട. അയാൾക്ക് തിരുത്താനും നന്നാവാനും ഒരവസരം കൂടി കൊടുത്തൂടെ? ഞാനിവിടെ വരുമ്പോ ഇവിടുത്തെ ബിസിനസ്സൊക്കെ പതുക്കെ പച്ച പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഞാനും ഇടയ്ക്ക് കമ്പനി കാര്യങ്ങളിൽ ഇടപെടും. പക്ഷേ അവസാനം തലയൂരാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോയി. അതുകൊണ്ട് പറയാ, തൽക്കാലം മോള് വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കമ്പനി കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ എല്ലാരും ഉണ്ട്. എടുത്തി, ഞാൻ മനഃപൂർവ്വം ഫയൽ നോക്കിയതല്ല. വെറുതെ ഒരു കൗതുകത്തിന്. പിന്നെ അച്ഛനൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ അത് വേണ്ടാന്നാണ് ഏട്ടത്തി പറഞ്ഞത്. അവസാനം ഏട്ടത്തിയുടെ അവസ്ഥയാവും നിനക്കും. അറിഞ്ഞോണ്ട് എന്തിനാ ഞാൻ നിന്നെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കുന്നെ? പിന്നെ അറിയാത്ത കാര്യങ്ങളില് ഇടപെടാതിരിക്കുന്ന നല്ലത്. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന കേട്ടിട്ടില്ലേ? ഈ അവന്തികയെ നീ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്താന്ന് പറ. നിനക്കിവിടെ അമ്മയില്ലെന്ന് ആര് പറഞ്ഞു? രണ്ട് ഏട്ടത്തിയമ്മമാരില്ലേ? അതിന് ഏട്ടത്തിയമ്മമാരല്ലേ, സ്വന്തം അമ്മയല്ലല്ലോ. സ്വന്തം അമ്മയ്ക്ക് പകരം ഒരു ഏട്ടത്തി ആവില്ലല്ലോ. ഇങ്ങനൊന്നും പറയല്ലേ മോളെ. സ്വന്തം അമ്മയാവാൻ കഴിയില്ല, ശരിയാ. പക്ഷെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും അമ്മ എന്ന സ്ഥാനത്തേക്ക് ഒരു ഏട്ടത്തിക്ക് മാറാൻ പറ്റും. എനിക്ക് ഉറപ്പാ. മോക്കിപ്പോ രണ്ടമ്മമാരുണ്ട്. കരയാതെ എന്താ സംഭവിച്ചെന്ന് പറ. അനക്ക് എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അതല്ല ഏട്ടത്തി, ഇന്ന് കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ട്. പാരന്റ്സ് നിർബന്ധമായിട്ട് കൂടെ വരണം. അവന്തി ഏട്ടത്തിയോട് ഞാനത് 2 ആഴ്ച മുന്നേ പറഞ്ഞതാ. വരാന്നും പറഞ്ഞു. ഇപ്പൊ ഏട്ടത്തിക്ക് തിരക്കാന്നു പോലും. പോയി അനഘയോട് ചോദിക്കാൻ പറഞ്ഞു. സ്വന്തത്തിൽപ്പെട്ട ആരുമില്ലേന്നു, അവരെ വിളിച്ചോണ്ട് പോയാ മതിയെന്നും അനഘ പറഞ്ഞു. ഇത്രയുള്ള കാര്യം. ഇതിനാണ് എന്റെ അനിയത്തിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടത്. അവന്റെ അടുത്തേക്ക് നല്ല തിരക്ക് കാണും. ഇല്ലെങ്കിൽ നിന്റെ കാര്യം എടുത്തി ഒഴിവാക്കില്ലല്ലോ. ഇത്രയും നാൾ നിനക്ക് വേണ്ടി നടന്നതും ഓടിയതും ഒക്കെ അവന്റെ അടുത്തിയല്ലേ? ആരുമില്ലാതെ ഞാൻ പോകുന്നില്ല ഏട്ടത്തി. കൂട്ടുകാരോട് സാറിനോട് ഞാൻ എന്തേലും കള്ളം പറഞ്ഞോളാം, സുഖമില്ലെന്നോ മറ്റോ. അതെന്തിനാ? എന്തായാലും മോൾ പോവാൻ തീരുമാനിച്ചതല്ലേ, പോണം.
ഞാൻ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്തതാ ഏട്ടത്തി. എല്ലാരോടും പറയുകയും ചെയ്തു എന്റെ ഏട്ടത്തി വരും, കൂട്ടുകാർക്കൊക്കെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെ. ഒന്നും പറയണ്ടായിരുന്നു. ഇപ്പോ മോളുടെ കൂടെ ആരെങ്കിലും കോളേജിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. ഈ അടുത്ത് മതിയോ? അച്ഛനെടുത്തിയോ? അച്ഛനെടുത്ത് വരുമെങ്കിൽ പിന്നെ വേറെ ആര് വേണം എനിക്ക്? എനിക്ക് ഏട്ടത്തി മാത്രം മതി. ഒരു 10 മിനിറ്റ് മോള് റെഡി ആയിക്കോ. നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. താങ്ക് യു ഏട്ടത്തി. ഞാൻ പറഞ്ഞത് സച്ചേട്ടന് വിഷമമായോ? എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയാനാ, സച്ചേട്ടനോടല്ലാതെ? എന്റെ ജീവിതം എങ്ങനെയാണെന്ന് മറ്റാരേക്കാളും അറിയാവുന്ന ആള് സച്ചേട്ടനല്ലേ? ഞാൻ ഇറങ്ങട്ടെ. എന്താ സച്ചേട്ടാ? എനിക്ക് മനസ്സിലായില്ല. പൊട്ടുതൊട്ടത് നേരെയല്ലായിരുന്നു, ഇപ്പോഴാ ശരിയായത്. മതി മതി, അധികം പുകഴ്ത്തണ്ട. ഇല്ല, ആരും കണ്ണു വയ്ക്കാണ്ടിരുന്നാ മതി. ഇത് ചിലർക്കുള്ള മധുര പ്രതികാരം ഏട്ടത്തി. ഇന്ന് എന്റെ ദിവസം ഏട്ടത്തി. ഇന്ന് എന്റെ കൂടെ ഏട്ടത്തി വരുമെന്ന് യാതൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അതിന് വഴിതെളിച്ചതേ ചിലരുടെയൊക്കെ കുത്തുവാക്കുകളാ. മോളെ, എന്തിനോരോന്നും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നേ? പറയണെടുത്തി, എന്റെ കൂടെ ഒന്ന് കോളേജ് വരെ വരുമെന്ന് ചോദിച്ചപ്പോ എന്റെ സ്വന്തക്കാരെ വിളിച്ചു പോവാനാ ഇവിടെ ചിലര് പറഞ്ഞത്. കണ്ടോ, ഇതാണ് എന്റെ സ്വന്തം, എന്റെ ഏട്ടത്തി, എന്റെ സച്ചേട്ടന്റെ ഭാര്യ. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, കണ്ണു തുറന്നെന്ന് കണ്ടാ മതി. നിങ്ങളാരും വരാതെ ഞാനിവിടെ കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് നിക്കോന്നല്ലേ കരുതിയത്? എനിക്ക് അമ്മയില്ലാത്തന്റെ കുറവേ എന്റെ ഈ ഏട്ടത്തെ തീർത്തു തന്നു. നീ ഇപ്പൊ നിന്റെ ഏട്ടത്തിയെ കെട്ടിയൊരുക്കി കോളേജിൽ കൊണ്ടുപോയിട്ട് എന്ത് സാധിക്കാന്? ആൾക്കാരോട് പെരുമാറാൻ അറിയോ? ഇനി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? അതപ്പോഴില്ലേ, അന്നേരം ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛനെടുത്തിട്ട് ബുദ്ധിയെ പറ്റിയും സാമർത്ഥ്യത്തെ പറ്റിയൊന്നും ഞാനധികം വിവരിക്കണ്ടല്ലോ. മോളെ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? വാ, നമുക്ക് പോവാം. ചെല്ല് ചെല്ല്, PTA-ക്ക് ലക്ഷങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, വാരി വലിച്ച് തിന്നിട്ട് വരാം. അതെങ്കിലും നടക്കട്ടെ. അങ്ങനെയൊന്നും പറയല്ല അനഘേ. നിങ്ങളാരും ഇവളുടെ കൂടെ പോകാൻ തയ്യാറാവാത്തോണ്ടാ ഞാൻ പോകുന്നേ. എന്റെ ഏട്ടത്തി, ഇത് അസൂയ മൂത്ത് പറയുന്നതാ.
ഇവള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഏട്ടത്തി എന്റെ കൂടെ വരൂന്ന്. അതും ഇത്ര സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ട്. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് കൂട്ടിക്കോ. ഫംഗ്ഷനിൽ എന്തെങ്കിലും ക്രിയേറ്റീവായ ചർച്ച ഉണ്ടായോ, അതോ എപ്പോഴത്തെയും പോലെ തീറ്റയും കൂടി മാത്രമേ ഉണ്ടായുള്ളൂ? അടുത്ത മീറ്റിംഗിന് നീ ഏട്ടനെ ഏട്ടത്തെയും കൂട്ടിക്കോ. അപ്പൊ ഏട്ടന്റെ സംശയം തീരുമല്ലോ. സച്ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? ഏട്ടത്തെ കുറിച്ചാ. ഏട്ടത്തിക്കേ ഇനി പഠിക്കണമെന്നുണ്ട്. ഇല്ല സച്ചേട്ടാ, ഞാൻ പഠിക്കണമെന്ന് പോകുന്നില്ല. സ്നേഹ വെറുതെ എന്നെ കളിയാക്കുന്നതാ. ആഹാ, അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്ത് കാര്യം? സച്ചേട്ടന്റെ 2-3 പിള്ളേരെ നോക്കി വീട്ടിയിരുന്നോളാന്ന്. മാംഗല്യം മനസ്സറിഞ്ഞാവണം. മനസ്സുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാരാവേണ്ടത്, ശരീരം കൊണ്ടല്ല. പൂർണ്ണ മനസ്സുണ്ടോ എന്ന് തേടേണ്ടിയിരുന്നു. ബാലഗുരു, ഭാര്യാപത്രബന്ധം ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി പൂജകൾ ചെയ്ത ദിവ്യബന്ധന ചരടുകളാണിത്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ബന്ധനം ചെയ്യേണ്ടതാണ്. സച്ചി കെട്ടിക്കൊടുക്ക്. എനിക്ക് കുഞ്ഞിനോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വന്നോളൂ. ചെല്ലുമോളെ. മരുമകളായി വന്നവൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉന്നതമായി തീരണം. ശത്രുക്കളിൽ നിന്ന് നിന്നെയും നിനക്ക് പ്രിയപ്പെട്ടവരെയും കാത്തുസൂക്ഷിക്കേണ്ട ചുമതല നിന്നിൽ നാം കാണുന്നു. എത്ര കാലം ഞാൻ മകളും മരുമകളുമായി അവർക്ക് കാവൽ കാണുമെന്ന് സ്വാമിജിക്ക് പോലും അറിയില്ലല്ലോ. ഇതിനും മാത്രം എന്താ സംസാരിക്കാനിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം നാം മനസ്സിലാക്കുന്നുണ്ട് മകളെ. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ എന്നും നന്മയ്ക്കേ ജയമുണ്ടാകൂ. ശിവന് വേണ്ടി പാർവതീദേവി നടത്തിയ അശ്രാന്ത പരിശ്രമം മോൾക്ക് അറിവുള്ളതല്ലേ? കുട്ടിയും ഒരു പാർവതിയ. പരമശിവനെ കൂടെ തന്നെ നിർത്തുക. അർച്ചനയ്ക്ക് ആശ്രമമൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്വാമിജിക്ക് അർച്ചനയോട് ഒരു പ്രത്യേക സ്നേഹമാണെന്ന് തോന്നുന്നു. അതാണല്ലോ ഏട്ടത്തിയെ മാത്രം വിളിച്ച് സ്വകാര്യമായി ഉപദേശിച്ചത്. ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഹസ്ബൻഡും കൂടെ സ്വാമിജിയെ കാണാൻ പോയപ്പോ ഒരു മൈൻഡും ചെയ്തില്ല. കുറച്ചെന്തൊക്കെയോ പൂജകൾ മാത്രം ചെയ്തു. പക്ഷേ നിന്നോടെന്തോ പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് തോന്നി. നമ്മുടെ കുടുംബത്തിന് ഗുണമുള്ള എന്തെങ്കിലും ആയിരിക്കുമല്ലോ സ്വാമിജി ഉപദേശിച്ചത്.
ഇനി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. സത്യത്തിൽ സ്വാമിജി പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ചുറ്റും എന്തൊക്കെയോ അപകടമുണ്ടെന്നോ, ജാഗ്രതയോടെ പാലും വിഷവും തിരിച്ചറിയണമെന്നോ, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മയുടെ കൂടെ നിൽക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഓ, അത്രേ ഉള്ളോ? ഇതിലെന്താ മനസ്സിലാക്കാൻ? ബിസിനസ് ഉള്ളതല്ലേ, അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞതാവും. ഇന്ന് ഒരുപാട് യാത്ര ചെയ്തല്ലേ, മോള് പോയി കിടന്നോ. സ്വാമി എന്തോ മുന്നിൽ കണ്ടുകൊണ്ട് അവളുടെ ഉള്ളിലൊരു വിത്തിട്ടതാ. അവൾ ഈ കുടുംബത്തിന്റെ രക്ഷകയാവുന്നാവും അയാളുടെ വിചാരം. പക്ഷേ അവളുടെ തലവര ഈ അവന്തിക നേരത്തെ വരച്ചതാ. സച്ചേട്ടാ, ഞാൻ നല്ലപോലെ ഉറങ്ങിപ്പോയി. അവളെപ്പോഴാ വന്നേ? കഥ കടച്ചില്ലായിരുന്നോ സച്ചേട്ടൻ? ഇങ്ങനെ അവൾ അകത്ത് കയറിയേ? കൂൾ ഡൗൺ. അവളിപ്പോ വന്നതേ ഉള്ളൂ. ഞാനാ കഥ തുറന്നു കൊടുത്തേ. നത്തിങ് ഹാപ്പൻഡ്. ചെല്ലർച്ചന, ചെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്ക. സോറി. അർച്ചന തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അർച്ചനയോട് നടന്ന കാര്യം പറഞ്ഞാല് അതവൾ വിശ്വസിക്കൂ? കോഫി. ഇപ്പൊ എല്ലാം രണ്ടിരട്ടി വിപരീതമായി കാണും. അല്ല, ഇവരോട് പറയാത്ത കാര്യം ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞാനും നന്ദേട്ടനും ആദ്യം സ്വാമിജിയെ കാണാൻ പോയപ്പോ സ്വാമിജി ഇതുപോലെ ചരട് കെട്ടി തന്നിരുന്നു. നന്ദേട്ടൻ അതൊന്നും കേട്ടില്ല. സ്വാമിജി വിശ്വസിച്ചില്ല. അതുകൊണ്ടാണല്ലേ നന്ദേട്ടൻ നാട് വിട്ടു പോയത്. ശരിയാ ചേച്ചി, ചിട്ട തെറ്റിച്ചാൽ നാശം സംഭവിക്കും. ഇവിടെ സച്ചേട്ടനും
ആവണി അവിടെ നിക്ക്. ആവണി, രാവിലെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ, വേഗം റെഡി ആയിക്കോ. അത് ശരി, നിനക്ക് ഈ ഇടായിട്ട് മൊബൈൽ കളി ഇത്തിരി കൂടുതലാ. അമ്മ കള്ളം പറയല്ലേ, ഞാൻ എപ്പോഴാ മൊബൈൽ കളിക്കുന്ന അമ്മ കണ്ടത്? ആരും എനിക്കതിന് മൊബൈല് തരില്ലല്ലോ. കൂടുതൽ കിന്നാരം പറയാതെ ഫോൺ അവിടെ വെക്കടി. നിന്റെ ടേം റിസൾട്ട് വരട്ടെ, അപ്പൊ പറയാം നിന്റെ കളിയുടെ ബാക്കി. എന്നാ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? ഒന്ന് വേഗം വാ, അവളുടെ ഒരു ബെറ്റ്. ചില ബാങ്കുകളുടെ മാനേജേഴ്സുമായിട്ട് ഒരു ഡീല് വേണം. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ, വെറുതെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. അവര് വേറെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പരിധി വിട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എടുത്തി. കൂടുതൽ ഡിമാൻഡ് വെക്കുന്നവരെ അവോയ്ഡ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. ശരിയാ സച്ചേട്ടാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ ബാങ്കുകളുടെ ലോണിനെ ആശ്രയിച്ചല്ലേ വീടുകളും മില്ലുകളും ഒക്കെ വാങ്ങുന്നേ. സച്ചേട്ടൻ ബാങ്ക് മാനേജർമാർക്കായി ഒരു പാക്കേജ് തയ്യാറാക്കിയാൽ മതി. എന്നുവെച്ചാ അവർക്കായിട്ട് ചില ട്രാവൽ പാക്കേജുകൾ, അവരുടെ ബാങ്കിന്റെ ബിസിനസ് കൂടുന്ന തരത്തിലുള്ള ചില ചാരിറ്റി വർക്ക്സ്, അങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണെങ്കിൽ ടാക്സ് കുറയുമല്ലോ, നമുക്ക് വലിയ ബാധ്യതയാവില്ല. എടുത്തി, ഇത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. മൊത്തത്തിൽ നമുക്കൊരു ചർച്ച ഉണ്ടാക്കിയെടുക്കണം. ഗുഡ് അർച്ചന. അതെ, വെരി ഗുഡ് അർച്ചന. ഇതാണ് പെൺബുദ്ധി. മനസ്സിലായോ നിനക്ക്? അവസാനം പിൻബുദ്ധിയായി പോരുത്. ഇതൊക്കെ മണ്ടൻ ഐഡിയാസാ. ബാങ്കുകൾക്ക് വേണ്ടി നമ്മൾ ചാരിറ്റി നടത്തിയിട്ട് നമുക്കെന്ത് ഗുണം? നമ്മൾ വെറും ബിസിനസ്സിൽ മാത്രമല്ല, സമൂഹത്തിനു വേണ്ടിയും നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് നാടറിയണം. അതിലൂടെ ബാങ്കുകൾ യാതൊരു തടസ്സമില്ലാതെ നമ്മുടെ ക്ലയൻസിനെ സ്വീകരിക്കും. അതാണ് ഗുണം, അല്ലേ എടുത്തി? തീർച്ചയായും. അപ്പൊ എടുത്തി, ഇന്നത്തെ മീറ്റിംഗ് ഹൈലൈറ്റ്സ് ഇതാണ്. താങ്ക് യു അർച്ചന. എനിക്കെന്തിനാ സച്ചേട്ട താങ്ക്സ്? ഇത് എന്റെയും കൂടിയല്ലേ, നമ്മുടെ അല്ലേ? അതാണ് പോയിന്റ്. കമ്പനിയോടുള്ള അർച്ചനേട്ടത്തിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ചേച്ചിക്ക് ഇങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ആ, നമ്മുടെ പുതിയ പ്രോജക്റ്റിന് വേണ്ടി എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ എടുക്കുന്ന ഫയല് സച്ചിയുടെ ഇന്ന് സൈൻ ചെയ്ത് വാങ്ങി ഉടനെ ആഡിന് കൊടുക്കണം. ആ വിജയ്, പ്ലീസ് കം. മേഡം നിർദ്ദേശിച്ചതുപോലെ ഇനി അത്ര എളുപ്പത്തിൽ കണക്കിൽ കൃത്രിമത്വമൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നുവെച്ചാ തെളിച്ചു പറ. സച്ചി സാർ ഇതുവരെ മേഡം പറയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുള്ള കണക്കുകളിൽ ഒന്നും നോക്കാതെ ഒപ്പിട്ട് തരികയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് അതല്ല അവസ്ഥ. ഓ, വീട്ടിലുള്ള പൊട്ടിപ്പെണ്ണിനെ ഭയക്കുന്ന കാര്യമാണോ താൻ പറയുന്നത്? അവളെ ഭയപ്പെടാൻ മാത്രം എന്താ ഉള്ളത്? അവള് ചില കണക്കുകളിലെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. നമ്മളത് തന്ത്രപരമായി ഓവർകം ചെയ്തു. അങ്ങനെ നിസ്സാരമായി കാണണം മേഡം. അവക്ക് കണക്കിലെ ചില എലമെന്ററി കാര്യങ്ങൾ അറിയാം. അത് പക്ഷേ അവളുടെ ചേട്ടൻ ഒരു കമ്പനിയിലൊരു അക്കൗണ്ടന്റ് ആണ്. അപ്പോ അവളുടെ ചേട്ടന്റെ കൂടെ ഇരുന്ന് കമ്പനിയിലെ ചില കാര്യങ്ങളൊക്കെ അറിയായിരിക്കും.
അതുകൊണ്ട് ഇത്രയും വലിയൊരു കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കാൻ പറ്റൂ? അതിനല്ലേ MBA പാസ്സായ തന്നെ വെച്ചിരിക്കുന്നേ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി ആർക്കും ഒറ്റ നോട്ടത്തെ പിടിക്കാൻ പറ്റാത്ത രീതി ചെയ്യണം. ഞാൻ എന്തിനും റെഡിയാണ്, മാഡം കൂടെ ഉണ്ടെങ്കിൽ. ആവശ്യം എന്റെയും അതിലൊരു പങ്ക് തന്റെ ആണല്ലോ. അപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അത് മതി. അപ്പോ ഞാൻ കുറച്ചുകൂടെ തല പുകച്ച് വർക്ക് ചെയ്യണമെന്ന് സാരം. മാഡത്തിന് വേണ്ടിയല്ലേ? എന്നാ ശരി. അർച്ചനയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവളെ കറിവേപ്പില പോലെ തൂക്കിയറിയാൻ വരട്ടെ. അനഘ മുൻകൂട്ടി കാണുന്ന അപകടങ്ങള് എന്തുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല? കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആളല്ലേ അർച്ചന. അച്ഛാ, ഞാൻ ഒക്കെ ശരിയാ. പക്ഷേ നമ്മുടെ കമ്പനിയുടെ തിരക്കുകൾക്കിടയിൽ തർക്കത്തിന് ഞാനില്ല. എന്റെ ചോദ്യം, ആ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനോ അവൾക്ക് സന്തോഷം പകരുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ്. ഇവിടെ എല്ലാവർക്കും തിരക്കാണ് സച്ചി. ആർക്കും ആരോടും മിണ്ടാനും ഇടപഴകാനും ഒന്നിനും നേരമില്ല. അതിനിടയിൽ അവളെന്ത് ചെയ്യാനാ? ഒന്നിനും പരാതി പറയാതെ, പരിഭവം പറയാതെ, ഒരു ജോലിക്കാരിയെ പോലെ എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യുന്ന വെറും ഒരു വേലക്കാരിയെ പോലെയായി. അച്ഛാ, അതാണ് സച്ചി സത്യം. ഇവിടുത്തെ സെർവന്റ് അമ്പിളിയും അവളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അവളുടെ ചിരിച്ച മുഖം ഒന്ന് കണ്ടിട്ട് നാളൊത്തിരിയായി. ഞാൻ ഈ ഹരബരയുടെ ഇടയില് മോനെ, ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ഉത്തരം ഫൈൻഡിങ് എക്സ്ക്യൂസസാ. ഒഴിവ് കഴിവുകൾ കണ്ടെത്തുക. അങ്ങനെയല്ല അച്ഛാ. നിന്നെ പോലെ തന്നെ അവൾക്കും ആഗ്രഹം കാണില്ലേ നിന്റെ കൂടെ പുറത്തു പോകാനും നിന്റെ സൗഹൃദങ്ങളിൽ പങ്കെടുക്കാനും നിന്റെ കൂടെ നടക്കാനും ഒക്കെ?